കല്യാണം അലീകയുടേത്. ഒരുക്കം മൊത്തം ഞങ്ങൾക്ക് അലീക ഫേഷ്യൽ പോലും ചെയ്തില്ലെന്ന് തോന്നുന്നു. വേണ്ട, ഇത് സ്ക്രബ് കുറച്ചു നേരം ചെയ്താൽ മതി. എന്നിട്ട് കഴുകി കളഞ്ഞിട്ട് മറ്റേ പാക്ക് ഇടണം. ഞാൻ ഇട്ടേക്കുന്ന പാക്ക്, ഞാൻ വേറെ ഇട്ടേക്കുന്നത്. ഇത് കഴുകിക്കോ ഇനി. വന്നത് ഡാൻസ് പ്രാക്ടീസിനെന്ന് പറഞ്ഞ്. ഡാൻസ് പ്രാക്ടീസ് ഈ ഫേഷ്യൽ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എവിടെയും കണ്ടിക്കോ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം മധുരം വെപ്പിൻ്റെ ദിവസമാണ്, അതായത് 12-ാം തീയതിയാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ ഇപ്പം മുഹമ്മദിൻ്റെ വീട്ടിലേക്കോ. ഇവിടെ നിന്ന് ഡാൻസ് പ്രാക്ടീസും കൂടെ കുറച്ച് നേരം കൊണ്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ അലിഗഡ് വീട്ടിൽ പോകും. വീഡിയോ എടുക്കുന്നുണ്ടോടി? വീഡിയോ എടുക്കാം. നമ്മുടെ ഒഫീഷ്യൽ മേക്കപ്പ് ആർട്ടിസ്റ്റ്, ബ്യൂട്ടീഷ്യൻ. അതിട്ടോ നീ? വലിയ പ്രഹസനങ്ങളൊന്നും ഇല്ലാതെ ഇന്നത്തെ എൻ്റെ വീഡിയോ തുടങ്ങാം. ഇച്ചിരി ലേറ്റായിട്ടാണെങ്കിലും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എന്നും ഇത് എൻ്റെ കയ്യിലൊരു വലിയ നല്ലൊരു മെമ്മറി ആയിട്ട് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ. എന്തായാലും എൻ്റെ കല്യാണ വീഡിയോ സീരീസിൻ്റെ, എൻ്റെ കൂട്ടുകാരി അലീഗയുടെ കല്യാണ വീഡിയോ സീരീസിൻ്റെ അവസാന വീഡിയോ ആയിട്ട് ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യാത്രാമോഹി. അല്ല, എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്, നമ്മുടെ പേരൂർക്കട കൺകോടിയ സ്കൂളിൽ +1 ഹ്യൂമാനിറ്റീസിന് പഠിച്ചിരുന്ന ഞങ്ങളുടെ ബാച്ചിലേക്ക് +1 സയൻസിൽ പഠിച്ച ഈ അലീഗ എങ്ങനെ വന്നു കയറി എന്നുള്ളതാണ്. കഥ ഇച്ചിരി നീളം കൂടിയതായിട്ടുണ്ട്, വലുതായിട്ട് ഞാൻ പറയാൻ നിൽക്കുന്നില്ല. വെട്ടിച്ചുരുക്കി ഇപ്പോൾ ഉള്ള കാര്യം പറയാം. സംഭവം നമുക്ക് നമ്മുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിനെ നമുക്ക് എല്ലാവർക്കും ഉള്ള നല്ല ഒന്നാന്തരം ഒരു വൈനുമായിട്ട് അങ്ങ് കമ്പയർ ചെയ്താലോ. എന്ന് വെച്ചാലേ, നമ്മൾ പറയുമല്ലോ ഈ വൈനൊക്കെ ഇങ്ങനെ ഇരിക്കും തോറും പഴക്കം കൂടുന്തോറും ആണല്ലോ അതിൻ്റെ ഒരു വീര്യം കൂടുന്നതെന്ന് പറഞ്ഞത്. അതുപോലെയാണ് കേട്ടോ ചില ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങുകൾ, ചില ഫ്രണ്ട്ഷിപ്പുകൾ ഇങ്ങനെ ഇരിക്കും തോറും, ഇങ്ങനെ വർഷങ്ങൾ കൂടുന്തോറും അതിൻ്റെ ഒരു എന്തൊരു ഭംഗി നമുക്ക് ഭംഗിയായിട്ട് കണക്ട് ചെയ്യാം. ഭംഗി കൂടിക്കൊണ്ടിരിക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ കരുതിയിട്ട് എൻ്റെ അനിയത്തിയുടെ കല്യാണം വരുമ്പോഴത്തേക്കായിരിക്കും ഞാൻ ഇനി ഇത്രയും നല്ലതുപോലെ പ്രിപ്പയർ ചെയ്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ഒരുങ്ങണം, ഇങ്ങനെ ഒരുങ്ങണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് ഒരു കല്യാണം എൻ്റെ മുമ്പിൽ ഇനി എൻ്റെ അനിയത്തിയുടെ കല്യാണം മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ അലീഗയുടെ കല്യാണത്തിന് അത്രയും പ്രിപ്പയർഡ് ആയിരുന്നു. ഓരോ കാര്യത്തിനും, ഡ്രസ്സിങ്ങിൻ്റെ ആണെങ്കിലും ഓർണമെൻറ്റ്സ്, ഡ്രസ്സിങ്, ഡാൻസ്, പാട്ട്, അങ്ങനെ ഓരോ കാര്യത്തിനും. പിന്നെ ഒരു സൈഡ് പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവളുടെ കല്യാണത്തിന് ഞങ്ങൾക്ക് ഇത്രയും നാൾക്കിടയിൽ ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ വന്ന ഒരുപാട് നല്ല സമയങ്ങൾ ഞങ്ങൾക്ക് കിട്ടി. ഒരുപാട് പ്രതീക്ഷിക്കാത്ത നല്ല നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് ചുറ്റും നടന്നു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളെ കൂട്ടത്തിലുള്ള ഓരോരുത്തരുടെ കല്യാണം കഴിയുമ്പോഴും ഓരോരുത്തരും ഞങ്ങളുടെ ഗ്യാങ്ങിലോട്ട്, ഞങ്ങളുടെ കുടുംബത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും ഞങ്ങളുടെ ഒരു വൈബിനൊത്ത് വരുന്നതും അതിലും വലിയ സന്തോഷമാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കല്യാണത്തിൻ്റെയും മധുരം വെപ്പിൻ്റെയും എല്ലാ വീഡിയോസും കൂടെ ചേർത്തിട്ട് എന്നും എപ്പോഴെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് എടുത്തു നോക്കി ഒന്ന് സന്തോഷിക്കാനും പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാനും ഈ വീഡിയോയുടെ കിടക്കട്ടെ. എന്താ ഇവളുള്ളത് കൊണ്ട് ഡാൻസ് ഭയങ്കര അടിപൊളികളായിരുന്നു എല്ലാം. ഈവൻ സ്പോർട്ട് കൊറിയോഗ്രാഫീസ് ആണെങ്കിലും നല്ല. സാധാരണ ഡിജെക്ക് ആരും ഇത്ര ഇറങ്ങത്തില്ല, കുറച്ച് പേരൊക്കെ ഇറങ്ങത്തുള്ളൂ. എന്റെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ഇറങ്ങി. മുഹമ്മദ് ഫ്രണ്ട്. അപ്പൊ മുഹമ്മദാണ് പറയുന്നത്, എന്നാ പിന്നെ നമുക്ക് എല്ലാം ബ്ലാക്കിൽ പോവാം. അങ്ങനെയാണ് ബ്ലാക്കിൽ. അതിന് മുന്നേ അമ്മയ്ക്ക് സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? എനിക്ക് സംശയമേ ഇല്ല. നന്ദു പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ടേനോ ബ്ലാക്കിൽ പോകും. അഫാൻ, ഒരു ഹായ് തരൂ അഫാൻ. കനിയെ വിളിക്കോ? കനിയെ. ഓ, അമ്മേടെ മോള് ഇവിടെ ഉണ്ടായിരുന്നു. ആണോടി? സുന്ദരി ആയിട്ടുണ്ടല്ലോ. കല്യാണമില്ലേ അലീഗ നാളെ? എന്താണ് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങളിപ്പോൾ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. എന്തിനാണ് അലീഗ ടെൻഷൻ? നാളെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടന്നാൽ മതിയായിരുന്നു.
ഒരു ഹായ് താടി. സുന്ദരിയായിട്ടുണ്ട്, നല്ല ഭംഗി. അപ്പുറത്ത് പുറത്ത് പിണങ്ങിയിരിക്കുമ്പോഴത്തേക്കും കല്യാണം കഴിഞ്ഞു, അലീഗ പോയി. നീ അലീഗ കണ്ടാടാ വന്നിട്ട്? ഞങ്ങള് അലീഗയുടെ ഫംഗ്ഷൻ വന്നു കേട്ടോ, മിഥുൻചേട്ടന്റെ വീട്ടില്. അലീഗ പക്ഷെ ഇതിലായിട്ട് കണ്ടില്ല. ഇവിടെ നിറയെ പരതി എന്തൊക്കെ കഴിക്കാനുണ്ടോ അതെല്ലാം കഴിച്ചോണ്ട് കിടക്കുക. അലീഗ നീ ഇതൊക്കെ കാണണം കേട്ടോ. ഫസ്റ്റ് ഫുഡ് എന്നിട്ട് അലീഗ.